കർത്താവിൽ പ്രിയരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും നിങ്ങൾക്ക് സ്നേഹവന്ദനം അറിയിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ദയവായി ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഒരുമിച്ച് നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. റോമാലേഖനം അതിൻ്റെ 1-ാം അധ്യായം ആദ്യത്തെ 7 വാക്യങ്ങളിലായിട്ട് നീണ്ടു കിടക്കുന്ന ഒരു വലിയ ആമുഖമാണ്, ഒരു വന്ദനത്തോടുകൂടെയാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം ആരംഭിക്കുന്നത്. സാധാരണയായി തൻ്റെ എല്ലാ ലേഖനങ്ങളിലും താൻ അവതരിപ്പിക്കുന്നത് പോലെ തൻ്റെ അപ്പോസ്തലത്വത്തെക്കുറിച്ചും താൻ ദൈവത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്ന തൻ്റെ നിയോഗത്തെക്കുറിച്ചും സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ലേഖനവും താൻ ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റു പല ലേഖനങ്ങളിലും ഇല്ലാത്ത വിധം, അല്ലെങ്കിൽ മറ്റു പല ലേഖനങ്ങളിലും അവതരിപ്പിച്ചിട്ടില്ലാത്ത വിധം ഒരു നീണ്ട ആമുഖ അവതരണമാണ് ഈ ലേഖനത്തിൽ താൻ അവലംബിച്ചിട്ടുള്ളത്. അത് ഒന്നാമത്, ഹി വാസ് ഇൻട്രൊഡ്യൂസിങ് ഹിംസെൽഫ് ആസ് എൻ അപ്പോസ്റ്റൽ കോൾഡ് ആൻഡ് സെപ്പറേറ്റഡ് ഫോർ ദ ഗോസ്പൽ. സുവിശേഷത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു അപ്പോസ്തലനായിട്ട് തന്നെ അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. കോൾഡ് ആൻഡ് സെപ്പറേറ്റഡ് ടു പ്രീച്ച് ദ ഗോസ്പൽ. കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു അപ്പോസ്തലൻ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ താൻ എന്ത് സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സുവിശേഷം പ്രസംഗിക്കുവാനാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ള വിശദമായ എന്നാൽ ആഴമേറിയ ഒരു വിശദീകരണം ആദ്യത്തെ 1, 2, 3 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. താൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തെക്കുറിച്ച് താൻ പറയുന്നത്, ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിൻ്റെ ദാസനും ആയ പൗലോസ് എന്നാണ് തന്നെ പരിചയപ്പെടുത്തുന്നത്. ഗോസ്പൽ, സുവിശേഷം, ഇത് ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷമാണ്. രണ്ടാമത്തെ പ്രത്യേകത, വിശുദ്ധ രേഖകളിൽ അവർ അത് എഴുതി വെച്ചു എന്നുള്ളതാണ്. എന്താണ് വിശുദ്ധ രേഖകൾ? വിശുദ്ധ രേഖകൾ എന്ന് പറയുന്നത് ബിബ്ലിക്കൽ ലാംഗ്വേജിൽ പുതിയ നിയമത്തിൽ എപ്പോഴെല്ലാം തിരുവെഴുത്തുകൾ, വിശുദ്ധ രേഖകൾ എന്നൊക്കെ പറയുമ്പോൾ പഴയ നിയമത്തിലെ ഗ്രന്ഥങ്ങളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സങ്കീർത്തനങ്ങളാകട്ടെ, ന്യായപ്രമാണ പുസ്തകങ്ങളാകട്ടെ, അതായത് പഞ്ചഗ്രന്ഥങ്ങളാകട്ടെ, പിന്നീട് സങ്കീർത്തന പുസ്തകങ്ങളാകട്ടെ, പ്രവചന ഗ്രന്ഥങ്ങളാകട്ടെ, ഇവയിലെല്ലാത്തിലുമാണ് വരുവാനുള്ള സുവിശേഷത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സകല ജാതികളോടുമുള്ള സുവിശേഷത്തിന്റെ മർമ്മങ്ങളെ പ്രവാചകന്മാരിലൂടെ ദൈവം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവചിച്ചിരുന്നത്, മുൻകൂട്ടി വാഗ്ദത്തം ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അടിസ്ഥാനപരമായ കാര്യം, ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം ഒരു ഐഡിയോളജിയോ, ഒരു ആശയമോ, ഒരു തത്വസംഹിതയോ, ഒരു ഫിലോസഫി ഒന്നുമല്ല. പിന്നെന്താണ്? ഗാഡ് വാസ് പ്രോമിസ്ഡ് അബൌട്ട് ഹിസ് സൺ. തൻ്റെ പുത്രനെ കുറിച്ചാണ് ദൈവം ഈ പ്രവചന ഗ്രന്ഥങ്ങളിലെല്ലാം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ മുൻകൂട്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. സോ നമ്മളിവിടെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത, പ്രവാചകന്മാരിലൂടെ പ്രോമിസ് ചെയ്തത് തൻ്റെ പുത്രനെ കുറിച്ചാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനാണ് യഥാർത്ഥത്തിൽ സുവിശേഷം. അപ്പൊ സുവിശേഷം എന്ന് പറയുന്ന ഒരു ആശയമോ, ഒരു പ്രസംഗ വിഷയമോ, ഒരു തത്വചിന്തയോ അല്ല. ലോകത്ത് ധാരാളം തത്വചിന്തകളുണ്ട്, ധാരാളം ആശയങ്ങളുണ്ട്, ധാരാളം മതപരമായ ആശയങ്ങളുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് സുവിശേഷം. ആ സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, ഒരു പേഴ്സൺ ആണ്. ഗോസ്പൽ ഈസ് എ പേഴ്സൺ. ആ പേഴ്സൺ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവാണ് മുൻപുകൂട്ടി സുവിശേഷ രേഖ, അല്ലെങ്കിൽ വിശുദ്ധ രേഖകളിൽ ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ വാഗ്ദത്തം ചെയ്തിരുന്ന സുവിശേഷം. ആ സുവിശേഷത്തെക്കുറിച്ചാണ് പൗലോസ് ഈ ലേഖനത്തിൽ ആദ്യമായിട്ട് താൻ പരിചയപ്പെടുത്തുന്നത്. തിരുവെഴുത്തുകളിൽ ഉൽപ്പത്തി മുതൽ മലാക്കിയുടെ പുസ്തകങ്ങൾ വരെ, മലാക്കി വരെയുള്ള എല്ലാ പുസ്തകങ്ങളിലും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതും തൻ്റെ വരവിനെ കുറിച്ചുള്ളതുമായ പ്രവചനങ്ങളെയാണ് മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സുവിശേഷം എന്ന് പൗലോസ് ഇവിടെ കുറിച്ചിരിക്കുന്നത്. പഴയ നിയമ എഴുത്തുകളിൽ തന്നെ എത്രത്തോളം പ്രവചന ഭാഗങ്ങൾ
ഇതിനെക്കുറിച്ചുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചാൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അതായത് ഈ എയ്ഡർ ഷൈം എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഏകദേശം 456 പ്രവചനങ്ങൾ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് നേരിട്ടും അല്ലാതെയും 456 പ്രവചനങ്ങൾ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് യഹൂദ പുരോഹിതന്മാർ ചരിത്രപരമായി അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്ന് തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ പുസ്തകത്തിന്റെ പേരിങ്ങനെയാണ്, ഓൾഡ് ടെസ്റ്റമെന്റ് on the high end. Alfred Edersheim concluded that there are at least 456 passages in the Old Testament. പഴയ നിയമത്തിലെ 456 പാസേജുകളിലായിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം നിറഞ്ഞു കിടക്കുന്നതായിട്ട് യഹൂദ പുരോഹിതന്മാർ തന്നെ ചരിത്രപരമായി വ്യാഖ്യാനം ചെയ്തിട്ടുള്ളതായിട്ടാണ് തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. മറ്റൊരു തിയോളജിയനായ ബാർട്ടൺ പെയിൻ തൻ്റെ എൻസൈക്ലോപീഡിയ ഓഫ് ബൈബിൾ പ്രോഫസീസ് എന്ന പുസ്തകത്തിൽ 191 പ്രവചനങ്ങളുടെ ഒരു വലിയ പട്ടിക തന്നെ താൻ കൊടുത്തിട്ടുണ്ട്. സോ ആ സുവിശേഷത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ക്രിസ്തു എന്ന മുൻകൂട്ടി വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ വ്യക്തിത്വം അല്ലെങ്കിൽ ആ സുവിശേഷത്തെക്കുറിച്ചാണ് പൗലോസ് ഈ സുവിശേഷം പ്രസംഗിക്കാനാണ് ദൈവം എന്നെ വേർതിരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് താൻ നിസ്സംശയം ഇവിടെ അറിയിക്കുകയാണ്. അപ്പൊ തൻ്റെ പ്രസംഗത്തെക്കുറിച്ച്, തൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പലയിടങ്ങളിലും താൻ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ദൈവപുത്രനെ കുറിച്ചുള്ള സുവിശേഷം, തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം എന്നൊക്കെ. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പം തൻ്റെ സുവിശേഷം എന്താണ്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട യേശു ക്രിസ്തുവാണ് തൻ്റെ സുവിശേഷം. നമ്മൾ പറഞ്ഞല്ലോ, ഈ സുവിശേഷത്തെ കുറിച്ച് പ്രവാചകന്മാർ മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ചില പ്രവചന ഭാഗങ്ങൾ മാത്രം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാവും. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 3:15 ആദ്യമായിട്ട് ഈ പ്രവചനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സുവിശേഷത്തെക്കുറിച്ചുള്ള പ്രോഫസി വരുന്നത്. അത് യഹോവയായ ദൈവം തന്നെ സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്നുള്ളൊരു പ്രോമിസ് എന്ന് വെച്ചാൽ, മനുഷ്യവർഗത്തെ പാപത്തിന്റെ കെണിയിൽ വീഴ്ത്തിക്കളഞ്ഞ സർപ്പത്തിന്റെ തലയെ തകർക്കാനും സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ വരുമെന്നുള്ള ഫസ്റ്റ് പ്രോഫസി അബൌട്ട് ദി ഗോസ്പൽ, മനുഷ്യന്റെ വീണ്ടെടുപ്പിനും അവനെ വീണ്ടെടുപ്പുകാരനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രവചന ഭാഗം ഉൽപ്പത്തി പുസ്തകം 3:15 കാണുന്നത്. ഇത് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് യഹോവ തന്നെ മനുഷ്യനോട് അറിയിക്കുന്നതാണ്. അടുത്ത അതിന്റെ താഴെ പ്രധാനപ്പെട്ട 5 പ്രവചനങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ഞാൻ പറഞ്ഞ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്ന പ്രവചനം, അത് ഉൽപ്പത്തി പുസ്തകം 3:15. 2, ഉൽപ്പത്തി പുസ്തകം 22:18 അബ്രഹാമിന്റെ സന്തതിയായി വരും എന്ന് പ്രവചിച്ചിട്ടുണ്ട്. 26:15 ഇസഹാക്കിന്റെ സന്തതിയായിട്ട് വരും. 28:10-14 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബിന്റെ സന്തതിയായിട്ട് യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവപുത്രൻ വരുമെന്നും, 49:10 യഹൂദയുടെ സന്തതിയായിട്ട് വരുമെന്നും 5 മേജർ പ്രോഫസീസ് ജനസിസ് തന്നെ, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു മേജർ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട അടുത്ത ചില പ്രവചന ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും, അപ്പൊ ഇശായിയുടെ കുടുംബത്തിൽ നിന്ന് വരും എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ 9-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് 9-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ജനിക്കാൻ പോകുന്ന ശിശുവിനെ കുറിച്ചും നൽകപ്പെടാൻ പോകുന്ന മകനെ കുറിച്ചും യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. അവൻ നിത്യപിതാവാണ്, അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ് എന്നിങ്ങനെയുള്ള ആധിപത്യം അവന്റെ തോളിലിരിക്കും എന്നിങ്ങനെയുള്ള അവന്റെ പ്രത്യേകമായ അധികാരങ്ങളെക്കുറിച്ചും നാമങ്ങളെക്കുറിച്ചും യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. അതുപോലെ യെശയ്യാപ്രവചനം 61-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ലോകത്തിലെ ശുശ്രൂഷ എങ്ങനെയായിരിക്കും, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ, ബദ്ധന്മാരെ സ്വതന്ത്രരാക്കുവാൻ, തടവുകാർക്ക് വിടുതൽ പ്രസ്താവിക്കുവാൻ, അങ്ങനെ ആ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ മെത്തേഡ് എന്തായിരിക്കും എന്നതിനെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. അതുപോലെ യെശയ്യാവ് 7:13-14 ഏറ്റവും പ്രധാനപ്പെട്ട, ആരിൽ നിന്ന് ജനിക്കും? ഒരു കന്യകയിൽ നിന്ന് ക്രിസ്തു ജനിക്കും
അവൻ ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കപ്പെടും എന്നുള്ള വളരെ മേജറായ പ്രോഫസി യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. മീഖ പ്രവാചകൻ 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവന്റെ ജനനം ബെത്ലഹേമിലായിരിക്കുമെന്ന് ജനന സ്ഥലത്തെ കുറിച്ച് പ്രവചിക്കുന്നു. യെശയ്യാവ് 9-ൽ ഗലീല തീരങ്ങളിൽ, ഗലീലയുടെ പ്രദേശങ്ങളിലായിരിക്കും യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രി നടക്കുന്നുണ്ട് ഉണ്ട്. മലാക്കി പ്രവാചകൻ യേശുക്രിസ്തുവിന് മുൻപായിട്ട് വഴിനിരക്കുവാൻ, കർത്താവിന് വഴിനിരത്തുവാൻ ഒരു വഴിനിരത്തുന്ന ആള് തനിക്ക് മുൻപായിട്ട് കടന്നു പോകും എന്ന് പ്രവചിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 22-ൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ചുള്ള പ്രോഫസിയാണ് നാം മെശിക സങ്കീർത്തനം എന്നാണല്ലോ പൊതുവായി അറിയപ്പെടുന്നത്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ചുള്ള പ്രവചനം സങ്കീർത്തനം 22-ൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ യേശുക്രിസ്തു നിത്യരാജാവായിരിക്കുന്ന ഒരു ദൈവരാജ്യത്തിൽ ഇരുന്നു കൊണ്ട് വാഴുന്ന ഒരു ഭരണാധികാരിയായി വരുമെന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ ഇങ്ങനെ പ്രവചനങ്ങളുടെ നീണ്ട ഒരു ലിസ്റ്റ്, ഏറെക്കുറെ 191 തന്നെ ഡയറക്റ്റായിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ തന്നെ 456ഓളം പ്രവചനങ്ങൾ ഉണ്ടെന്നും പല വേദ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. എല്ലാം നമുക്ക് ഈ ഷോർട്ട് ടൈമിനകത്ത് ധ്യാനിക്കാൻ സമയമില്ലെങ്കിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നിറഞ്ഞ ആ പ്രവചനങ്ങളിൽ പറയപ്പെട്ട സുവിശേഷമാണ്, വിശുദ്ധ രേഖകളിൽ എഴുതപ്പെട്ട സുവിശേഷമാണ് ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം എന്ന് പൗലോസ് ആരംഭത്തിൽ തന്നെ റോമ ജനതയെ അറിയിക്കുകയാണ്. കാരണം റോമിൽ തന്നെ ജാതീയരുമുണ്ട്, യഹൂദന്മാരും യഹൂദേതരരുമായ ഒരു സഭയാണ് അവിടെ ഉള്ളത്. അടുത്തത് പൗലോസിന്റെ ആ വന്ദനം പറച്ചിലിനകത്ത് പോലും ചില ഭയങ്കര ദൈവശാസ്ത്ര രഹസ്യങ്ങൾ അതിനകത്ത് മറഞ്ഞു കിടക്കും. താൻ ഇങ്ങനെയാണ് അതിനകത്തൊരു ആശീർവാദം പറഞ്ഞു തുടങ്ങുന്നത്: നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പൊ രണ്ട് എൻറ്റൈറ്റികളെ, രണ്ട് ഡൈറ്റിയുടെ അവസ്ഥകളെ, പിതാവായ ദൈവം, രണ്ട് കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും. എന്തുകൊണ്ടാണ് അങ്ങനെ താൻ എഴുതിയിരിക്കുന്നത്? അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തു എന്ന ഏകജാതനായ പുത്രനിലൂടെയാണ് ഏത് മനുഷ്യനും പിതാവിങ്കലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. യേശുക്രിസ്തു തന്നെ പറഞ്ഞു, എന്നിൽ കൂടെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. സോ ഒരു മനുഷ്യൻ പിതാവുമായിട്ട്, ഹെവൻലി ഫാദറുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ദൈവപുത്രൻ എന്ന ക്രിസ്തുവിൽ വിശ്വസിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് ഒരുവൻ പിതാവിങ്കലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. അപ്പൊ പിതാവിന്റെ അനുഗ്രഹവും അതുപോലെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനിലേക്ക് വരണമെങ്കിൽ ദൈവപുത്രനിലൂടെ എന്ന ചാനലിലൂടെ മാത്രമേ ആ അനുഗ്രഹം മനുഷ്യന് ലഭ്യമാവുകയുള്ളൂ. സോ അതുകൊണ്ടാണ് പിതാവിങ്കൽ നിന്നും, അത് പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ കയ്യിലാണ് കൃപ, ദൈവമാണ് കൃപ കാണിക്കുന്നത്. ഗോഡ് ഹൂ റിച്ച് ഇൻ മേഴ്സി, എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞത് കരുണാസമ്പന്നനായ ദൈവം എന്നാണ്. അപ്പൊ ദൈവം കരുണാസമ്പന്നനാണ്. പക്ഷെ ആ ദൈവത്തിന്റെ കരുണ നമ്മിലേക്ക് ഒഴുകാൻ ചാനലായിട്ട്, മീഡിയേറ്ററായിട്ട് ഇടയിൽ നിൽക്കുന്നത് ദൈവപുത്രനായ ക്രിസ്തുവാണ്, ഏകജാതനായ പുത്രനായ ക്രിസ്തുവാണ്. സോ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് നാം രക്ഷയിലേക്ക്, അല്ലെങ്കിൽ രക്ഷാകരമായ ദൈവകൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചത്. അതിനെയാണ് ഈ സ്ഥലത്ത് അദ്ദേഹം ആ വന്ദനത്തിലൂടെ സൂചിപ്പിക്കുന്നത്. എഫേസ്യർ 2:18 പറഞ്ഞു, ക്രിസ്തു മുഖാന്തരം ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. സോ ദൈവത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൽ നിന്നുള്ള സകല അനുഗ്രഹങ്ങളും നന്മകളും കൃപകളും യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ, മനുഷ്യനായ ക്രിസ്തു തന്നെ എന്ന് തിമോഥെയോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത്. സോ ആ മഹത്തായ അനിഷേധ്യമായ ദൈവശാസ്ത്രപരമായ ഒരു മർമ്മമാണ് ആ ആശീർവാദ വചനത്തിലൂടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം റോമസഭയ്ക്ക് കൈമാറുകയാണ്. അടുത്തത് മശിഹായുടെ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജഡീക പശ്ചാത്തലത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയാണ്. ജഡീക പശ്ചാത്തലവും അടുത്തത് ദൈവപുത്രൻ എന്ന ആത്മീക പശ്ചാത്തലം, ഇത് രണ്ടുമാണ് അടുത്ത 5-ാം വാക്യത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. എന്താണ് ജഡീക പശ്ചാത്തലം? ദാവീദിന്റെ സന്തതി എന്നതാണ് ജഡീക പശ്ചാത്തലം. എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, 2 തിമോഥെയോസ് ലേഖനത്തിൽ ഇങ്ങനെ പറയുകയാണ്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച്
അടക്കപ്പെട്ട യേശു ക്രിസ്തു. അതുപോലെ പഴയ നിയമത്തിൽ പലയിടങ്ങളിലും ദാവീദിന്റെ പുത്രനായിട്ട് യേശു വരും എന്നുള്ള പ്രവചന ഭാഗങ്ങളുണ്ട്. സോ ആ ദാവീദിന്റെ വംശാവലിയിലാണ് യേശു ജനിച്ചത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ദാവീദിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പൊ ജഡത്തിൽ നമ്മൾ നോക്കിയ ഫ്ലഷി നോക്കുവാണെങ്കിൽ ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ചെങ്കിലും ദൈവപുത്രൻ എന്ന ആ പദവിയിലേക്ക് അവൻ ഉയർത്തപ്പെട്ടത്, അതിനെ ഉറപ്പിക്കപ്പെട്ടത് യേശുക്രിസ്തു മരിച്ചവരുടെ നിർപ്പിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് കൊണ്ടുവന്ന ആ വിശുദ്ധിയുടെ ആത്മാവിനാൽ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. സോ നമ്മളെ മേൽ എന്താണ് അപ്ലിക്കബിൾ ആകുന്നത്? ഇത് നമുക്കെല്ലാവർക്കും ഒരു ജഡീക പിതാവുണ്ട്, നമുക്കെല്ലാവർക്കും ഒരു ജഡീക ജീനിയോളജി, വംശാവലിയുണ്ട്. എൻ്റെ അപ്പൻ്റെ പേര് എച്ച് ജോൺസൺ എന്നാണ്. അപ്പൊ എച്ച് ജോൺസന്റെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. പക്ഷെ ഞാൻ യേശു ക്രിസ്തു എന്ന നാമത്തിൽ വിശ്വസിച്ചപ്പോൾ ഞാൻ ദൈവപുത്രനായി തീർന്നു. പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ ആത്മാവിനാൽ ദൈവം എന്നെ നിറച്ചപ്പോൾ ഞാൻ ദൈവപുത്രൻ എന്ന് നിർണയിക്കപ്പെടുകയാണ്. ഇനി ഞാൻ ദൈവപുത്രനായി ജീവിക്കുകയാണ്. എനിക്കൊരു എന്താ പറയാ, ഒരു എർത്ത്ലി ജീനിയോളജിയും ഉണ്ട്, ഒരു ഹെവൻലി ജീനിയോളജിയും ഉണ്ട്. ഹെവൻലി ജീനിയോളജി വിശ്വാസത്താൽ സംഭവിച്ചതാണ്. ക്രിസ്തുവിനെ, യേശുവിനെ യോഹന്നാന്റെ സുവിശേഷം 1:11 തോന്നുന്നു, അതിങ്ങനെയാണ് വായിക്കുന്നത്. 1:11-12 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണുന്നു, അവനെ കൈക്കൊണ്ട്, 12 വാക്യം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. സോ വിശ്വാസത്താൽ ഞാനിപ്പോൾ ജഡത്തിൽ നിന്നല്ല, രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടമല്ല, പുരുഷന്റെ ഇഷ്ടത്വമല്ല, ദൈവത്താൽ ജനിക്കുകയും ദൈവത്തിന്റെ പുത്രന്മാരിൽ ഒരാളായി തീരുകയും ചെയ്തിരിക്കുകയാണ്. ഞാൻ അങ്ങനെ പുത്രന്മാരിൽ ഒരാളെന്ന് പറയുവാൻ കാരണം യേശു ക്രിസ്തുവിന് മാത്രമാണ് ഏകജാതനായ പുത്രൻ എന്ന സ്ഥാനം ബൈബിൾ കൊടുക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:16 ലോകപ്രസിദ്ധമായ ഒരു വേദഭാഗമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ തുടങ്ങുന്ന വാക്യം നമുക്ക് പരിചിതമാണ്. തൻ്റെ ഏകജാതനായ പുത്രൻ, മോണോജെനിസ് അല്ലെങ്കിൽ ഓൺലി ബിഗോട്ടൻ, അത് അവന് മാത്രമാണ് ആ പദവിയുള്ളത്. അപ്പോൾ അവനിൽ ഓൺലി ബിഗോട്ടൻ സണ്ണിൽ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന സകലർക്കും ദൈവപുത്രന്മാരാകാൻ അവൻ അധികാരം കൊടുത്തു, ദൈവ മക്കളാകാൻ അധികാരം കൊടുത്തു. അങ്ങനെ വിശ്വാസത്താൽ ഇന്നും ഞാനും നിങ്ങളും ദൈവത്തിന്റെ പുത്രന്മാരായി തീർന്നിരിക്കുകയാണ്. സോ വെറുതെ നമ്മളൊരു അപ്പന്റെ മകനാണ്, നമ്മൾ ഈ ലോകത്തിലൊരു അപ്പന്റെ മകനാണ്. പക്ഷെ എപ്പോഴാണ് നമ്മൾ ദൈവപുത്രനായി തീരുന്നത്? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോഴാണ്. ഇവിടെ പറയുന്നു, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവർക്ക് ശിക്ഷാവിധിയിൽ നിന്ന് അവർ വിടുവിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ വിശ്വാസം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെയാണ് സുവിശേഷമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിക്കുന്നത്. വിശ്വാസത്താൽ നിങ്ങൾ ദൈവപുത്രനുമായി തീരുക. ആ ദൈവപുത്രന്റെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് ദ സൺ ഓഫ് ഗാഡ്, ദൈവപുത്രന്റെ സുവിശേഷം, അത് യേശു ക്രിസ്തുവിനെയും അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ സകല മനുഷ്യരെയും ദൈവപുത്രന്മാരാക്കി ട്രാൻസ്ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുന്ന ആ ഗോസ്പൽ, അതും യേശു ക്രിസ്തുവിനെ കുറിച്ച്, അതും ദൈവപുത്രന്റെ സുവിശേഷമാണ്. ഇതാണ് സുവിശേഷത്തിന്റെ 2 ഡയമെൻഷൻസ്. ഒന്ന്, ഏകജാതനായ പുത്രനായ ക്രിസ്തു, അവനാണ് പിതാവിങ്കലേക്കുള്ള പ്രവേശനം. അവനിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾ ദൈവപുത്രന്മാരായി തീരുന്നു എന്ന സുവിശേഷം, അതൊരു വശമാണ്. 2, നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിനെ പോലെ ദൈവപുത്രന്മാരായി തീരുകയും ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളുമായി തീർന്നിരിക്കുന്നുവെന്ന സുവിശേഷത്തിന്റെ അതർ സൈഡ്. ഈ 2ഉം അദ്ദേഹം പറയുകയാണ്. 8-ാം അധ്യായം മുതൽ 10-ാം വാക്യം വരെ ഉള്ള കാര്യങ്ങളിൽ അദ്ദേഹം റോമാസഭയിലെ വിശ്വാസികളുടെ വിശ്വാസത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് അവരെ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നും അദ്ദേഹം പറയുകയാണ്. പക്ഷെ രസകരമായ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നമുക്ക് ശ്രദ്ധിച്ചാൽ, ആ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ സാധാരണയായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. പല സ്ഥലങ്ങളിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനയിൽ പോരാടുന്നു എന്ന് പല ലേഖനങ്ങളിലും പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ റോമസഭയ്ക്ക് വേണ്ടി ഇദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ച് കുറച്ചുകൂടെ ഇന്റൻസീവായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഗൗരവങ്ങൾ. എന്താണെന്ന് അറിയാമോ? ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരാൻ കഴിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നുണ്ട്.
പക്ഷെ ഞാൻ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. വെറുതെ അങ്ങനെ പറഞ്ഞു നിർത്താതെ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതിന് ഞാൻ ആത്മാവിൽ സേവിക്കുന്ന ദൈവം സാക്ഷിയാണ്. അപ്പോൾ തൻ്റെ പ്രാർത്ഥന താൻ എഴുതി അറിയിക്കുമ്പോൾ തൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തെ സാക്ഷിയായിട്ട് പൗലോസ് അവിടെ വിളിക്കുകയാണ്. ദൈവത്തെ സാക്ഷ്യം വെച്ചുകൊണ്ടാണ് താൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന കാര്യം താൻ പറയുന്നത്. ഇന്നും നമ്മൾ പലപ്പോഴും മറ്റു പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്കറിയത്തില്ല, അവർ ചിലപ്പോൾ മറ്റേതെങ്കിലും രാജ്യത്തോ ദൂരെ ആയിരിക്കാം. പക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾക്ക്, ഒരു ശുശ്രൂഷകന്റെ പ്രാർത്ഥനയ്ക്ക്, ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക്, ഒരു പാസ്റ്ററുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം സാക്ഷിയാണ്. മനുഷ്യർ ആരും അതിനകത്ത് സാക്ഷ്യമില്ല, മനുഷ്യരാരും അത് കാണുന്നില്ല. പക്ഷെ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് സാക്ഷിയാണെന്നതും കൂടെ പൗലോസ് ഈ ഭാഗത്ത് ഓർപ്പിക്കുകയാണ്. അതെന്ന് വെച്ചാൽ തൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് വളരെ ഗൗരവമായ ബോധ്യം പൗലോസിനുണ്ടെന്നാണ് ആ ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത് പറയുകയാണ്, ഞാൻ നിങ്ങളെ കാണാൻ വരുമ്പോൾ, വെറുതെ കാണാൻ വരുന്നതല്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ നിങ്ങളെ ഉറപ്പിക്കേണ്ടത് ഏതിൽ? ദൈവപുത്രനെ കുറിച്ചുള്ള സുവിശേഷത്തിൽ. യേശുക്രിസ്തുവാണ് ദ റിയൽ ഗോസ്പൽ എന്നത്, റിയൽ വീണ്ടെടുപ്പ്, റിഡംഷൻ, റിയൽ സാൽവേഷൻ യേശുക്രിസ്തുവാണെന്ന സുവിശേഷത്തിൽ നിങ്ങളെ ഉറപ്പിക്കേണ്ടവന്. 2, നിങ്ങൾ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവപുത്രന്മാരായി തീർന്നിരിക്കുന്നു എന്ന് നിങ്ങളെ ഉറപ്പിക്കേണ്ടവന്. ഈ 2 ഉറപ്പിക്കലുകൾ നിങ്ങൾക്കുണ്ടാകേണ്ടവനാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടെ ആഗ്രഹിക്കുന്നു. ചില ആത്മീക വരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടതിനും ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. പൗലോസിന് ഒരു കാര്യം ഉറപ്പാണ്, റോമസഭയിലെ വിശ്വാസികളെ താൻ അവിടെ പോയി കണ്ടാൽ അവർക്ക് ചില ആത്മീക വരങ്ങൾ ലഭിക്കും. അപ്പോൾ അതെന്തിനാണ് കാണിക്കുന്നത്? ഒരു അപ്പോസ്തലനിലൂടെ, അല്ലെങ്കിൽ ഒരു പ്രവാചകനിലൂടെ, ഒരു ദൈവഭക്തനിലൂടെ, ഒരു ശുശ്രൂഷകനിലൂടെ, അദ്ദേഹത്തിലൂടെ ദൈവം തൻ്റെ കൃപാവരങ്ങളെ കൈമാറുന്ന ഒരു ആത്മീക അനുഭവത്തെയാണ് അവിടെ കാണിക്കുന്നത്. നമുക്ക് പലപ്പോഴും ചോദിക്കാൻ പറ്റും, വെറുതെ അവർക്ക് പ്രാപിച്ചുകൂടെ? അവർക്ക് സഭയല്ലേ, അവരും വിശ്വാസികളല്ലേ, അവർക്ക് ദൈവത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് കൃപാവരങ്ങളെ പ്രാപിക്കാമല്ലോ, ദൈവത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് ചില ആത്മീക വരങ്ങളെ അവർക്ക് ലഭ്യമല്ലേ എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷെ അതൊരു ഡിവൈൻ സിസ്റ്റമാണ്, അതൊരു ദൈവരാജ്യത്തിന്റെ സിസ്റ്റമാണ്. മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ ചില ആത്മീക വരങ്ങൾ ആ കൈവെക്കപ്പെടുന്നവരിലേക്ക് പകരുക എന്നത് ദൈവരാജ്യത്തിന്റെ ഒരു സിസ്റ്റമാണ്. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ താൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ: മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരത്തെ ഉപേക്ഷയായി വിചാരിക്കരുത്. അതിനെ ജ്വലിപ്പിക്കാൻ അദ്ദേഹം തൻ്റെ നിജപുത്രനെ പ്രോത്സാഹിപ്പിക്കുന്നത് തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. സോ ഇറ്റ്സ് എ കിങ്ഡം പോളിസി, കിങ്ഡം പ്രോപ്പർ വേ. അത് ദൈവരാജ്യത്തിന്റെ ഒരു പ്രോപ്പർ വേ ആണ്. ഒരു ശുശ്രൂഷകന്റെ, ഒരു മൂപ്പന്റെ കൈവെപ്പിനാൽ ചിലരിലേക്ക് ആത്മീക വരങ്ങൾ പകരപ്പെടുന്നത്. അതിനെ താൻ ഇവിടെ പറയുകയാണ്. സോ ഇന്നും അത് ആപ്ലിക്കബിൾ ആണ്. ചില മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ, ചില പാസ്റ്റേഴ്സിന്റെ കൈവെപ്പിനാൽ, ചില അപ്പോസ്തലന്മാരുടെ, പ്രവാചകന്മാരുടെ, ഉപദേഷ്ടാക്കന്മാരുടെ, സുവിശേഷകന്മാരുടെ കൈവെപ്പിനാൽ അവരിൽ ദൈവം പകർന്നിരിക്കുന്ന ആത്മീക വരങ്ങൾ വിശ്വാസത്തോടെ അത് കൈമാറ്റം ചെയ്യപ്പെടുവാൻ അവർക്ക് സാധിക്കും. ആമേൻ, പ്രൈസ് ഗോഡ്. ഇവിടെ തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം സകലർക്കും പ്രസംഗിക്കുവാൻ താൻ കടംപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് യഹൂദന്മാർക്ക് മാത്രമല്ല, യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാണ്. അപ്പൊ അതുപോലെ റോമയിലുള്ള നിങ്ങൾക്കും ഞാൻ കടക്കാരനായിരിക്കുന്നു. എന്തിന്? സുവിശേഷം അറിയിപ്പാൻ. അപ്പൊ തൻ്റെ കയ്യിലുള്ള സുവിശേഷത്തിന്റെ ഔന്നത്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ ശക്തമായ ബോധ്യമുണ്ട്. അതേ പ്രിയമുള്ളവരെ, എന്താണ് യഥാർത്ഥത്തിൽ സുവിശേഷം? ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് സുവിശേഷം. മറ്റൊന്നും സുവിശേഷം എന്ന പേര് പോലും പറയാൻ അർഹതപ്പെട്ടതല്ല. സോ വെരി ക്ലിയർ അബൌട്ട് ദാറ്റ് വി ആർ പ്രീച്ചിങ് ദാറ്റ് ദ റിയൽ ഗോസ്പൽ. നാം യഥാർത്ഥ സുവിശേഷമാണ് പ്രസംഗിക്കുന്നതെന്ന് വളരെ വ്യക്തമായ ഉറപ്പ് നമുക്കുണ്ടാകണം. ഞാൻ എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ സുവിശേഷം ഏതാണ്? വാട്ട് യു ആർ പ്രീച്ചിങ് ആസ് ഗോസ്പൽ. സുവിശേഷം എന്ന നിലയിൽ നിങ്ങൾ എന്താണ് പ്രസംഗിക്കുന്നത്? ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെയാണോ? അത് അവനിൽ വിശ്വസിക്കുന്നതിലൂടെ ലഭിക്കുന്ന പുത്രത്വമാണോ നിങ്ങൾ പ്രസംഗിക്കുന്നത്? ദാറ്റ് ഈസ് റിയൽ ഗോസ്പൽ. അത് അദ്ദേഹം അടുത്ത് പറയുന്നത്, ഈ സുവിശേഷം പ്രസംഗിക്കാൻ എനിക്ക് ലജ്ജയില്ലെന്നാണ്. കാരണം ഇറ്റ് ഈസ് ദ പവർ. അതൊരു ശക്തിയാണ്. സുവിശേഷം ഒരു ശക്തിയാണ്. സുവിശേഷത്തിന് ശക്തി ഉണ്ടെന്നല്ല, ഗോസ്പൽ ഹാസ് ദ പവർ എന്നല്ല അദ്ദേഹം പറയുന്നത്, ഗോസ്പൽ ഇറ്റ്സെൽഫ് ഈസ് ദ പവർ എന്നാണ്.
സുവിശേഷം തന്നെ ഒരു ശക്തിയാണ്. എന്തിനു വേണ്ടിയുള്ള ശക്തി? അത് ആരായിരുന്നാലും, യഹൂദനാകട്ടെ യവനനാകട്ടെ ആരുമാകട്ടെ, വിശ്വസിക്കുന്ന ഏതു മനുഷ്യനെയും രക്ഷിപ്പാൻ തക്കവണ്ണമുള്ള അവന്റെ രക്ഷയ്ക്ക് ആവശ്യമായ ഒരു ശക്തി, എന്താ പറയാ, ശക്തി ഉള്ളടക്കം ചെയ്തിട്ടുള്ളതാണ് സുവിശേഷം എന്ന് പറയുന്നത്. സോ ഗോസ്പൽ ഈസ് ദ പവർ, ദ ഗോസ്പൽ ഓഫ് ദ സൺ ഓഫ് ഗാഡ്. ദൈവപുത്രന്റെ സുവിശേഷം, ദൈവപുത്രനെ കുറിച്ചുള്ള സുവിശേഷം, അതാണ് ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള സുവിശേഷം. ന്യായപ്രമാണം അതിനടുത്ത ഭാഗങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ആ കാലഘട്ടത്തിലെ മനുഷ്യരെ എല്ലാവരെയും അടക്കി ഒരു കാര്യം അദ്ദേഹം പറയുകയാണ്. കാരണം സകല മനുഷ്യരും ദൈവസന്നിധിയിൽ പാപികളായി തീർന്നു എന്നുള്ള ഒരു ആത്മീയ കാഴ്ചപ്പാട് പൗലോസ് ഇവിടെ കൈമാറുകയാണ്. അത് യഹൂദനായാലും യഹൂദനല്ലാത്തവനായാലും ഈ രണ്ടു കൂട്ടരെയും അദ്ദേഹം പാപികൾ എന്ന് പറയാം. ഒന്ന്, യഹൂദൻ ന്യായപ്രമാണം അറിഞ്ഞവനാണ്, ദൈവത്തെ അറിയാം, ദൈവത്തിന്റെ ഇഷ്ടം അറിയാം. പക്ഷെ ന്യായപ്രമാണം അറിഞ്ഞെങ്കിലും ഇവന് ന്യായപ്രമാണം മുഴുവനും അനുസരിക്കാൻ കഴിയുന്നില്ല. പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ തെറ്റിപ്പോകുന്നത് കൊണ്ട് ന്യായപ്രമാണം മുഴുവനും തെറ്റിയവരെ പോലെ ആകുന്നു. അതങ്ങനെ അവർ പാപികളായി തീരുന്നു. മറ്റത് ജാതികളെ കുറിച്ച് പറയുന്നു. അവർക്ക് ദൈവത്തെക്കുറിച്ച് അറിയാം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ദൈവം അവർക്ക് വെളിപ്പെടുത്തി. എങ്ങനെ? ദൈവത്തിന്റെ അദൃശ്യ ലക്ഷണങ്ങൾ, ഹൂ ഐ ആം, ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ്, ദൈവത്തിന്റെ സ്വഭാവങ്ങൾ, ദൈവത്തിന്റെ ഗുണങ്ങൾ, ഇതെല്ലാം നാച്ചുറലിലൂടെ, പ്രകൃതിയിലൂടെ, സൃഷ്ടികളിലൂടെ ദൈവം അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. പക്ഷെ എന്നിട്ടും അവരെ ദൈവമെന്ന് ഓർത്ത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വമോ ദൈവത്തിന് കൊടുക്കേണ്ട മാനമോ കൊടുക്കാൻ അവർക്ക് കഴിയാതെ അവരുടെ ബുദ്ധിയിൽ അവർ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മൂഢന്മാരായി പോയി. ബുദ്ധിയുള്ളവരെന്നാണ് അവർ പറയുന്നത്, പക്ഷെ അവര് മണ്ടന്മാരായി പോയി എന്നാണ് കർത്താവിന്റെ വചനത്തിൽ ദൈവദാസൻ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എന്താ പറ്റിയത്? അവര് അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ, ക്ഷയമില്ലാത്ത അനശ്വരനായ ദൈവത്തെ നശ്വരമായ, ക്ഷയമുള്ള, ദ്രവത്വമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി കളഞ്ഞു. ദൈവത്തെ ദൈവമായി ഓർത്ത് മഹത്വീകരിക്കേണ്ടതിന് പകരം ദൈവത്തിന്റെ സ്ഥാനത്ത് മറ്റു പലതിനെയും അവർ പ്രതിഷ്ഠിച്ചു. അതിനെ അവർ ആരാധിക്കാൻ തുടങ്ങി, അതിൻ്റെ മുമ്പിൽ അവർ ടൈം ചെലവാക്കാൻ തുടങ്ങി, അതിനുവേണ്ടി അവർ ജീവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ദൈവം അവരെ തള്ളിക്കളഞ്ഞു. ദൈവം അവരുടെ വിവേകം, തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ നോക്കണേ, സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. അതിന്റെ താഴെ ഒരു വലിയ ലിസ്റ്റ് ആ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. സ്ത്രീകൾ സ്വാഭാവിക ഭോഗം ഉപേക്ഷിച്ചു എന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഒരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന നാച്ചുറലായ സെക്സ്വൽ ഡിസയറിനെ, ആ രീതികളെ അവർ ഉപേക്ഷിച്ചു. സ്ത്രീയോട് കാമം ജനിച്ചു. സ്ത്രീയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. അതുപോലെ തന്നെ പുരുഷനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. അത് വലിയൊരു എന്താ പറയാ, ഒരു നോർമൽ തിങ്ങായി അന്നത്തെ സൊസൈറ്റിയിൽ മാറി. അന്നത്തെ ആ ഗ്രീക്ക് സൊസൈറ്റിയുടെ ഒരു ചരിത്രം തന്നെ നമ്മൾ പഠിക്കുക, പൗലോസിന്റെ കാലഘട്ടത്തിലെ ഒരു ചരിത്രം തന്നെ പഠിക്കുകയാണെങ്കിൽ അന്നത്തെ ആ ലൈംഗിക കാഴ്ചപ്പാട് വളരെയധികം മോശമായിരുന്നു. എന്ന് വെച്ചാൽ റോമൻ സൊസൈറ്റി, റോമൻ സമൂഹം എന്ന് പറയുന്നത് ഈ പല വ്യത്യസ്ത തലങ്ങളിലുള്ള സെക്സ്വൽ പ്രാക്ടീസസ് അവർക്കുണ്ടായിരുന്നു, ലൈംഗിക രീതികൾ അവർക്കുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് സെയിം സെക്സ്. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്, അതില്ലാതെ ഇന്ന് തുടങ്ങിയതല്ല, ഈ അടുത്ത കാലത്തെങ്കിലും തുടങ്ങിയതല്ല. 2000 വർഷങ്ങൾക്ക് മുൻപേ ഈ കാര്യം ഉണ്ടായിരുന്നു. എന്തിന്? ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ സോദോം ഗൊമോറ പട്ടണത്തിൽ പോലും സ്വവർഗരതി, സെയിം സെക്സ്, ആണിനോടും സ്ത്രീയോടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന, അല്ലെങ്കിൽ പൂർത്തീകരണത്തിനായിട്ട് അവരെ ആഗ്രഹിക്കുന്ന, അവരുമായി വേഴ്ച ചെയ്യുന്ന തരത്തിലുള്ള സെക്സ്വൽ പെർവേഷനുകൾ അന്നത്തെ കാലം തൊട്ടേ ഉണ്ടായിരുന്നു. ഇന്ന് ആ റോമൻ കാലഘട്ടത്തിലും അത് ലീഗലി അവര് അംഗീകരിച്ചിരുന്നു എന്നുള്ളത്. അതൊരു മതപരമായ അവകാശമായിട്ട്, ഒരു ലീഗൽ പ്രൊസീജിയറായിട്ട് തന്നെ ഇഷ്ടമുള്ളതുപോലെ, ആർക്കും ആരോടും ഇഷ്ടമുള്ളതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നുള്ള ഒരു വളരെ കുത്തഴിഞ്ഞ ഒരു അനുഭവത്തിലായിരുന്നു അന്നത്തെ കാലഘട്ടം. ഇന്നും അങ്ങനെ തന്നെയാണ്. ലോകത്തിൽ പല രാജ്യങ്ങളും സെയിം സെക്സ് അനുവദിച്ചിട്ടുണ്ട്. സ്ത്രീയെ വിവാഹം കഴിക്കാം, പുരുഷനെ വിവാഹം കഴിക്കാം. അങ്ങനെയൊക്കെ അനുവാദങ്ങൾ ഇന്ന് പല രാജ്യങ്ങളിലുമുണ്ട്. സത്യം പറഞ്ഞാൽ അത് എന്തുകൊണ്ട് പൗലോസ് അവിടെ അതിൻ്റെ ആത്മീക വശത്തെ അദ്ദേഹം ചിത്രീകരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പറയുകയാണ്, ദൈവം അവരെ നികൃഷ്ട ബുദ്ധിക്ക്
ഏൽപ്പിച്ചു കൊടുത്തു, നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു, അപമാന രാഗങ്ങൾക്ക് വേണ്ടി അശുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന്റെ സത്യത്തെ അവർ വ്യാജമാക്കി മാറ്റിയപ്പോൾ അവൻ അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അപമാന രാഗം എന്ന് വെച്ചാൽ ഷെയിംഫുൾ ഡിസയേഴ്സ്, ലജ്ജാകരമായ ഇഷ്ടങ്ങൾ. ആ വേർഡാണ് അവിടെ. ലജ്ജാകരമായ ഇഷ്ടങ്ങളിൽ ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്തു. അവർക്ക് ലജ്ജയായ കാര്യങ്ങൾ അവർക്കതൊരു ഇന്ന് അങ്ങനെയാണല്ലോ, ലജ്ജയായ കാര്യങ്ങൾ ഒരു സാധാരണ വിഷയമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് റോമാക്കാരുടെ കാലഘട്ടത്തിൽ 2000 AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ സൊസൈറ്റിയിൽ അതൊരു പതിവായിരുന്നു. അത് ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. ആ പാപം ചെയ്യാൻ ദൈവം അവരെ തള്ളിക്കളഞ്ഞു, ദൈവം അവരെ തടയാതെ വണ്ണമായി. സോ അതൊരു നമ്മൾ ഹോർമോണൽ ഇംബാലൻസ് ആയിട്ടോ ഹോർമോണൽ ചേഞ്ചസ് ആയിട്ടോ ഒക്കെ അതിനെ സാധാരണവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ ആത്മീക പശ്ചാത്തലം ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. ദൈവത്തെ അവർ അവഗണിക്കുകയും ദൈവത്തിന്റെ പരിജ്ഞാനത്തെ തള്ളിക്കളയുകയും അതിനൊത്തവണ്ണം ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ദൈവം അവരെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു നീണ്ട പട്ടിക അങ്ങനെയുള്ള ആൾക്കാരുടെ ക്യാരക്ടറിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെ അനീതി, ദുഷ്ടത, അത്യാഗ്രഹം, ദുർബുദ്ധി, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർഭിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ഇതെല്ലാം ഈ ദൈവത്തിന്റെ സത്യത്തെ വ്യാജമാക്കി കളഞ്ഞ ആൾക്കാരുടെ ക്യാരക്ടേഴ്സ് ആയിട്ട് പൗലോസ് പറയുകയാണ്. ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിപറ്റവർ, ഇവരൊക്കെ കുറിച്ച് പറഞ്ഞിട്ട് പറയുക, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരാണ്. എന്ന് വെച്ചാൽ ദൈവജീവനുമായിട്ട് അവർക്ക് ശരിയായി കണക്ട് ചെയ്യാൻ കഴിയത്തില്ല, ദൈവ വ്യവസ്ഥയുമായിട്ട് അവർക്ക് ശരിയായി കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ന്യായം അവർ അറിഞ്ഞിട്ടും അത് പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു എന്ന വളരെ ഹീനമായ പാപ അവസ്ഥയിലേക്കാണ് ജനമായിരിക്കുന്നതെന്ന് ഈ ലേഖനത്തിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പൗലോസ് റോമാ ലേഖന സഭയെ ബോധ്യപ്പെടുത്തുകയാണ്. ആ കൾച്ചർ, റോമൻ കൾച്ചറിൽ, റോമൻ സംസ്കാരത്തിൽ ആ നാട്ടിൽ അന്ന് നടക്കുന്ന പ്രസന്റ് ടൈം നടക്കുന്ന സെക്സ്വൽ പെർവേഷനും അതുപോലുള്ള മറ്റ് അരാജകത്വങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നവർക്ക് ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കാൻ കഴിയത്തില്ല, അവർക്ക് ദൈവജീവനുമായി നിലനിൽക്കാൻ, ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയുകയില്ല, അവർ മരണയോഗ്യരായി തീർന്നിരിക്കുകയാണെന്നുള്ള ആത്മീക സത്യത്തെയാണ് പരിശുദ്ധാത്മാവിൽ പൗലോസ് ആ സഭയോട് അറിയിക്കുന്നത്. അപ്പോൾ ഹോൾ മാൻകൈൻഡ്, അടുത്ത അധ്യായങ്ങളിൽ അതിൽ നിന്നുള്ള മറ്റ് പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഈ അധ്യായത്തിൽ ഇത്രയും പറഞ്ഞ് അവിടെ ആ അധ്യായം അവസാനിപ്പിക്കുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. എന്തിനു വേണ്ടി? ഈ പാപാവസ്ഥയിൽ, അജ്ഞതയിൽ കിടക്കുന്ന, ഇരുട്ടിൽ കിടക്കുന്ന, മരണത്തിന് അർഹമായി കിടക്കുന്ന ജനത്തെ പാപത്തിൽ നിന്ന് നീതിയിലേക്കും, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, മരണത്തിൽ നിന്ന് ജീവനിലേക്കും രൂപാന്തരപ്പെടുത്തേണ്ടതിന്, പ്രവേശിപ്പിക്കേണ്ടതിന് തൻ്റെ പുത്രനെ അവൻ ലോകത്തിലേക്ക് അയച്ചു. ആ പുത്രനെ കുറിച്ചുള്ള സുവിശേഷമാണ് ഞാൻ പ്രസംഗിക്കുന്നതെന്നുള്ള പൗലോസിന്റെ വ്യക്തമായ ബോധ്യമാണ് 1-ാം അധ്യായത്തിൽ പ്രധാനമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഈ വചനം, ഈ അധ്യായത്തിന്റെ അടുത്ത ചാപ്റ്റേഴ്സിലേക്ക് നമുക്ക് വരും ദിവസങ്ങളിൽ ആഴമായി പോകാം. ഗാഡ് ബ്ലസ് യു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യണം. നന്ദി.